ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാരിനന്ദനൻ. നമ്മൾ ലാസ്റ്റ് ഇയറിലെ 2024 ക്രിസ്മസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് 6 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 7th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ കോൺസെൻട്രിക് വിത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x മൈനസ് 8y മൈനസ് c ഈക്വൽ ടു 0 ആൻഡ് പാസിംഗ് ത്രൂ -1 -2. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. കോൺസെൻട്രിക് ആണെന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. കോൺസെൻട്രിക് സർക്കിളിന്റെ ഒരു ഇക്വേഷൻ, ഈ ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മളോട് സർക്കിളിനെ കണ്ടെത്താനാണ് പറയുന്നത്. കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾ ആണ്. അതിനുള്ള ഒരു ഹിന്റ് ഒക്കെ തന്നിട്ടുണ്ട് കണ്ടുപിടിക്കാനുള്ളത്. ഒരു ജനറൽ ഫോം തന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു ജനറൽ ഫോം അല്ലെ, ഒരു HK നമ്മൾ ഒരു സെന്റർ ആക്കി എടുത്താൽ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണെന്ന് അറിയാം അല്ലെ. ഇനി ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? എക്സ് വൈ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി HK നമുക്ക് ഫൈൻഡ് ചെയ്യണം. HK ആണ് സെന്റർ. അപ്പൊ സെന്റർ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് ജനറൽ ഒരു ഇക്വേഷൻ അറിയാം. നമുക്ക് ഏതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ? കാരണം എന്തിനാണ് ആ ജനറൽ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത്? ബിക്കോസ് ഇത് ജനറൽ ഫോം വേറെ തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എന്തായാലും സെന്റർ കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c is equal to 0 എന്നുള്ള ഒരു ജനറൽ ഫോം നമുക്കറിയാം. അപ്പൊ ഈ ഒരു ഇക്വേഷനും തന്ന ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അവിടെ നിൽക്കട്ടെ, കാരണം അത് സെയിം ആണ്, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 2g, എക്സിന്റെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ 2g ആണ്. അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എക്സിന്റെ കോയിഫിഷ്യൻ 2g എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ എന്താണ്? -6 ഫോമിൽ തന്നിട്ടുണ്ട്. അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് g എന്ത് കിട്ടി? -3 എന്ന് കിട്ടി. അതേപോലെ തന്നെ ഇപ്പോൾ 2f നമ്മൾ അവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നോക്കി നോക്കുക, വൈന്റെ കോയിഫിഷ്യൻ എന്താണ്? -8 ആണ്. സോ f നമുക്ക് കിട്ടി എന്ത്? -4 എന്ന് കിട്ടി. ഓക്കെ, അപ്പോ ഇതിന്ന് ഈ ഒരു ജനറൽ ഫോമിന്റെ സെന്റർ കാണാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് -g -f ആണ്. എന്താണ്? -g -f ആണ്. അതിൽ ജിയും എഫും ഇപ്പൊ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നെഗറ്റീവ് ഓൾറെഡി അവിടെ ഉണ്ട്. ജി എന്ന് പറയുന്നത് -3 ആണ്. -3 കൊടുത്തു. നെഗറ്റീവ് ഉണ്ട്. എഫിന്റെ വാല്യൂ -4 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടണ വാല്യൂ +3 4 ആണ്. അപ്പൊ നമ്മുടെ സെന്റർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? 3 4 ആണ്. ഇനി ഇവിടെ സെന്ററിന് നമുക്ക് ഈ HK തന്നെ എടുക്കാം. ബിക്കോസ് ഇവിടെ സർക്കിൾ കോൺസെൻട്രിക് ആണ്. അപ്പോ രണ്ട് സർക്കിളിന്റെയും സെന്റർ എന്തായിരിക്കും? ഈക്വൽ ആയതിനാൽ നമുക്ക് എന്തെടുക്കാം? HK എന്ന് പറയുന്നത് 3 4 തന്നെ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റർ അവിടെ കിട്ടി, HK കിട്ടി. ഈ HK മാത്രം മതിയോ? ഇക്വേഷൻ നോക്കി നോക്കൂ. HK മാത്രം പോരാ, നമുക്ക് R റേഡിയസ് കൂടി കാണണം. റേഡിയസ് കാണാൻ നമുക്കൊരു വേറെ പോയിന്റ് തന്നിട്ടുണ്ട്, XY എന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന്റെയും വൈന്റെയും വാല്യൂ കൊടുക്കുമ്പോൾ -1 മൈനസ് h ഇപ്പൊ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. എത്രയാണ്? 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈന്റെ വാല്യൂ അവിടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, -2 ആണ്. മൈനസ് k നമുക്ക് ഇവിടെ കിട്ടി 4 ആണ്, 4 സ്ക്വയർ. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് r സ്ക്വയർ കിട്ടും. സോ -4 സ്ക്വയർ പ്ലസ് -6 സ്ക്വയർ ഈസ് ഈക്വൽ ടു r സ്ക്വയർ. -4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. -6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്, ഈക്വൽ ടു r സ്ക്വയർ. അപ്പൊ r സ്ക്വയറിന്റെ വാല്യൂ 36 പ്ലസ് 16 എത്ര കിട്ടി? 52 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ഇക്വേഷൻ എന്നാണ് പറയുന്നത് അല്ലെ. നമുക്ക് എന്താണ് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ആണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ നമ്മൾ ഇതാണ്. അപ്പൊ അതിൽ നമ്മൾ എല്ലാ വാല്യൂം കൊടുക്കും. എന്ത് കൊടുക്കും? ഇത് ഇക്വേഷൻ ആവുമ്പോൾ അവിടെ എക്സിനും വൈനും വാല്യൂ കൊടുക്കണ്ട അല്ലെ. നമുക്ക് അവിടെ r സ്ക്വയർ കാണാനുള്ള പോയിന്റ് ആണ് അവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ ആണ് കാണേണ്ടത്. സോ എക്സ് വിൽ റിമെയിൻ സെയിം, കാരണം ഇക്വേഷനിൽ എക്സും വൈയും വേണമല്ലോ നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ.
എക്സ് മൈനസ് എച്ച് എന്ന് പറയുന്നത് 3 ആണ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ എന്ന് പറയുന്നത് 4 ആണ് 4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്താണ് 52 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് നമ്മളുടെ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. സെന്റർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 3, 4 എന്ന്. അതേപോലെ ആർ സ്ക്വയർ കണ്ടു എത്രയാണ് 52 എന്ന്. എന്നിട്ട് ആ ഇക്വേഷനിൽ കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ഇക്വേഷൻ ഓഫ് ദ കോൺസെൻട്രിക് സർക്കിളിന്റെ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, അതിൽ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കി നോക്കൂ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ആൻഡ് ഫോക്കസ് ഓഫ് ദ പാരബോള ഫോർ എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് കാണണമെങ്കിൽ ഒരു പാരബോളയാണ്. അത് നമ്മൾ ആദ്യം നോക്കണം, പാരബോള ആണോ അതോ എലിപ്സ് ആണോ എന്താണ് തന്നിരിക്കുന്നത് നോക്കണം. മറ്റ് സർക്കിൾ ആയിരുന്നു, ഇവിടെ പാരബോളയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പാരബോളയ്ക്ക് നമുക്ക് 4 സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് പറയാം എന്താണെന്ന്. ഇനി ഇവിടെ ഇക്വേഷൻ നമുക്ക് ഡയറക്ട്രിക്സും കാണണം ഫോക്കസും കാണണം. അപ്പൊ ഈ ഡയറക്ട്രിക്സും ഫോക്കസും കാണണമെങ്കിൽ ഇത് ഏത് ടൈപ്പ് പാരബോളയാണ് ആദ്യം നമുക്ക് നോക്കണം അല്ലേ. അപ്പൊ തന്ന ഇക്വേഷൻ 4x സ്ക്വയർ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോ ഇവിടെ നമുക്ക് കിട്ടും 4x സ്ക്വയർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വൈ, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1/4 വൈ എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് 4 ടൈപ്പ് പാരബോള ഇക്വേഷൻ ആണല്ലോ ഉള്ളത്. ഒന്ന് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 4ax, അതേപോലെ തന്നെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ayയും എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 4ayയും. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ എല്ലായിടത്തും എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ എന്താ വരിക പാരബോള ഇങ്ങനെ ആയിരിക്കും അല്ലെ, എക്സ് ആക്സിസ് എന്താണ് പോസിറ്റീവ് ആവും. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, എക്സ് സ്ക്വയർ ഈക്വൽ ടു നെഗറ്റീവ് ആണ് വരുന്നത്, നെഗറ്റീവ് 1/4 ആണ്. അപ്പോ നമ്മൾ ഏത് ഇക്വേഷൻ ആയിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുക? അപ്പൊ ഏതായിരിക്കും നമ്മുടെ പാരബോള? ഇതായിരിക്കും, നെഗറ്റീവിലാണ് വരുന്നത്. എക്സ് സ്ക്വയർ ആണ് നെഗറ്റീവ് ആണ്. അപ്പോ ഏകദേശം നമുക്ക് എങ്ങനെ ഷേപ്പിലായിരിക്കും കിട്ടുക? ഈ ഒരു ഷേപ്പിലാവും കിട്ടുക, ഇങ്ങനെ. കാരണം വൈ ആക്സിസ് ആണ് ഇവിടെ എന്ത് നെഗറ്റീവ് ആണ്. അപ്പൊ ഈ ഒരു പാരബോള ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 4ay. അപ്പൊ ഇതിന് രണ്ടിനെയും കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇവിടുത്തെ എക്സ് സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാലോ, നെഗറ്റീവ് 4ay ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1/4y അല്ലെ. ഇത് രണ്ടും ഈക്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ക്യാൻസൽ ആയി, നെഗറ്റീവ് നെഗറ്റീവ് സൈൻ ക്യാൻസൽ ആയി, 4a ഈസ് ഈക്വൽ ടു 1/4 കിട്ടും. ഇംപ്ലൈസ് a ഈസ് ഈക്വൽ ടു, ഈ 4 ഇവിടേക്ക് വന്ന ഡിനോമിനേറ്ററിലേക്ക് വന്ന എന്റെ വാല്യൂ എന്തായി 1/16 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താണ്, ഫോക്കസിന്റെ ഇക്വേഷൻ എന്താണ്? അപ്പോ ഡയറക്ട്രിക്സ് എന്താണ്, y ഈസ് ഈക്വൽ ടു a ആയിരിക്കും ഇവിടെ അല്ലെ. ഇതിന്റെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താ വരിക? ഈ ഒരു ഷേപ്പിന്റെ y ഈസ് ഈക്വൽ ടു a ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫോക്കസ് കണ്ടുപിടിക്കാം അല്ലെ. ഫോക്കസ് എന്താണ്? ഇവിടെ ആവുമ്പോ അതിന്റെ ഫോക്കസ് എന്തായിരിക്കും? 0 നെഗറ്റീവ് a ആണ്. y എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഫോക്കസ് പോയിന്റ് എന്താണ്? 0 നെഗറ്റീവ് a ആവും. രണ്ടിനും നമുക്ക് എന്താണ്? a ആണ് ആവശ്യം. a എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ അവിടെ കണ്ടെത്തി, 1/16. അപ്പോ ഡയറക്ട്രിക്സ് എന്തായിരിക്കും? y ഈസ് ഈക്വൽ ടു 1/16. ഫോക്കസ് എന്തായിരിക്കും? 0, നെഗറ്റീവ് 1/16 ആവും. ഇനി അപ്പൊ ഇത് രണ്ടും നമുക്ക് കിട്ടി, ഫോക്കസ് പോയിന്റും കിട്ടി, ഡയറക്ട്രിക്സും കിട്ടി. പക്ഷെ നമുക്ക് ഇവിടെ പറയുന്നത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ആണ് അല്ലെ. അപ്പൊ ആ ഡയറക്ട്രിക്സ് കിട്ടിയ അതിന് നമുക്ക് ഇക്വേഷൻ ആക്കി മാറ്റാനാണ് പറയുന്നത്. അപ്പൊ y ഈസ് ഈക്വൽ ടു 1/16 ഒരു ഇക്വേഷൻ ആക്കി മാറ്റും. ഇക്വേഷൻ ആക്കുമ്പോൾ നമുക്ക് എക്സും വൈ ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് ഒരു ഇക്വേഷൻ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത 16y ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് കൂടുതൽ എഴുതാം. 16y ഈക്വൽ ടു 1 കിട്ടി. ഇതിനെ എങ്ങനെ എഴുതാം ഇക്വേഷൻ ആയിട്ട്? 16y മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാലോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്കിതിൽ ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.